ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സകല ചാനലുകാരും ഓൺലൈൻ മീഡിയാസും ആശുപത്രി തന്നെയുണ്ട്. എന്റെ മുഖ്യ ശത്രു അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് അതേ ആശുപത്രി കിടക്കയിൽ. ബാക്കി ശത്രുക്കളുടെ കരച്ചിലും പിഴിച്ചിലും നിലവിളിയും. ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാ നിങ്ങൾ പിന്നെ ജയിലില്ല. അറിഞ്ഞോണ്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ കൊടുക്കുന്ന ആഹാരത്തില് ഞങ്ങൾ എന്തിനാ മായം ചേർക്കുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് കഴിച്ചവരാ അവിടെ ചോര ഛർദ്ദിച്ച് ആശുപത്രി കിടക്കുന്നത്. ഇവരെന്തൊക്കെയാ പറയുന്നത്? എത്ര പേര് മരിക്കുമെന്ന് ആർക്കറിയാം? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇതിന് സമാധാനം പറയിപ്പിക്കും. മോനെ, എന്താ നിക്ക്, മര്യാദയ്ക്ക് സമാധാനം പറഞ്ഞിട്ട് അകത്ത് കയറിയാ മതി. ദൈവം ഇത് ബഹളം വെക്കരുത്. ആരും മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഞങ്ങളൊന്ന് പറയട്ടെ, നിങ്ങൾ ദൈവം ഇതൊന്ന് കേൾക്ക്. നീരെന്തോന്ന് പറയാൻ? നീ ഒന്നും പറയണ്ട. നാട്ടുകാരെ കൊലക്ക് കൊടുത്തിട്ട് വർത്താനം പറയുന്നോ? എല്ലാത്തിനും ഞങ്ങൾ പച്ചക്ക് കത്തിക്കും. എന്താ എടാ സച്ചു ഇത് വിളിക്കും പോലെ. എടാ ആദ്യം പഴക്കഞ്ഞ് കുടിച്ചിട്ട് പോയതവനാ. എന്റെ ദൈവമേ, ഈശ്വര, സച്ചിയോ? സച്ചേട്ടനെ കിട്ടുന്നില്ല അനുപേട്ട. എനിക്കെന്താ പേടിയാവുന്നത്. ഒന്ന് വിളിക്കും പോലെ. സിസ്റ്റർ, എന്താ BP മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫാസ്റ്റ് ഡ്രോപ്പാ. ഒന്ന് ഡോക്ടറെ വിളിക്കോ? ഡോക്ടർ, ഈ പേഷ്യന്റ് സിംഗിൾ സ്റ്റേജിലാണ്. പേഷ്യന്റിനെ വേഗം ICUലേക്ക് മാറ്റണം. വേഗം വെന്റിലേറ്റർ റെഡിയാക്കാൻ പറഞ്ഞു ഡോക്ടർ. വളരെ ദാരുണമായ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ ആശുപത്രി മുറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. എന്താണ് പറയാനുള്ളത്? എന്താണ് പറ്റിയത്? അവിടെ എന്താണ് സംഭവിച്ചത്? സർ പറയൂ. എന്തെങ്കിലും ഒന്ന് പറയൂ സർ. സർ, ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ആശുപത്രി മുറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. പഴങ്ങഞ്ഞി കടയിൽ നിന്നും ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി ആളുകളെയാണ് ഈ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇവിടെ മാത്രമല്ല, മറ്റു പല ആശുപത്രികളിലും ഇതുപോലെ ആളുകളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മരണശാലയായി മാറിയ ഒരു നാടൻ ഭക്ഷണശാല. വിശപ്പടക്കാൻ വേണ്ടി ചെന്നവരാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ബഹളം ലാഭം മാത്രം നോക്കേ. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ വൃത്തിയില്ലാത്തടുത്ത് ആഹാരം പാചകം ചെയ്യുന്നതിന്റെ ദുരന്തമാണ് ഈ ഭക്ഷ്യവിഷബാധ. ഈ കടയുടെ ഉടമയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നാട്ടുകാരിവിടെ ബഹളം വെക്കുന്നത്.
ഇത് ശരിക്കും ഒരു മരണശാല തന്നെയാണ്. എന്റെ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ ആന്റി? സച്ചി അച്ഛനൊന്ന് കാണിക്കോ? ഇപ്പൊ കാണാൻ പറ്റില്ല മോളെ. അച്ഛനൊന്നും വരില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. അപ്രതീക്ഷിതമായി പഴങ്ങഞ്ഞിക്കടയിലുണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. ഇന്ന് രാവിലെയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇതാണ്, ഇതിനു വേണ്ടിയാ ഞാൻ കാത്തിരുന്നത്. നോക്ക് രാജീവേ, എന്റെ ശത്രുക്കളുടെ തകർച്ചയുടെ വിളംബരം കേട്ടില്ലേ? സകല ചാനലുകാരും ഓൺലൈൻ മീഡിയാസും ആശുപത്രി തന്നെയുണ്ട്. എന്റെ മുഖ്യ ശത്രു അത്യാസന്ന നിലയിൽ മരണത്തോട് മല്ലടിച്ച് അതേ ആശുപത്രി കിടക്കയിൽ. ബാക്കി ശത്രുക്കളുടെ കരച്ചിലും പിഴിച്ചിലും നിലവിളി അത് മതി. അവന്തികയ്ക്ക് ഇത്രയും മതി. ഇനി ആ ചാകാൻ കിടക്കുന്നവന്റെ ജീവൻ കൂടി അങ്ങ് മേലോട്ടെടുത്താ പിന്നെ എന്റെ സന്തോഷം കടലിലെ തിരകൾ പോലെ മേലോട്ടുയരും. മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് കൊടുത്തു അല്ലേ? ഞാൻ ആർക്കും ഒരു കൈക്കൂലിയും കൊടുത്തിട്ടില്ല. ഒരാളെയും വിളിച്ച് എന്ത് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർക്ക് വേണ്ട ഇരകളെ ഞാൻ അവർക്ക് മുന്നിലോട്ട് ഇട്ടു കൊടുത്തു. ഇനി ആ ഇരകളെ കൊത്തിപ്പറിച്ച് അവര് വിശപ്പടക്കിക്കോളും. വന്നപ്പോ വാർത്തകളിൽ സത്യമേത് അസത്യമേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടുകൂടി അവരുടെ സകല കച്ചവടവും പൂട്ടും. ഇനി അവർക്കൊരു ബിസിനസ്സും ഈ നാട്ടിൽ തുടങ്ങാൻ പറ്റില്ല. എന്തായാലും രംഗം കൊഴുത്തു കഴിഞ്ഞു. ഇനി പന്ത് രാജീവിന്റെ കോർട്ടിലാ. മേഡം പേടിക്കണ്ട, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. കാര്യങ്ങൾ മേഡം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കും. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ അവനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരു പോലീസ് വണ്ടി അവരുടെ മുറ്റത്ത് ചെന്ന് നിൽക്കട്ടെ. പിന്നെന്ത് ചെയ്യണമെന്ന് രാജീവ് തീരുമാനിച്ചാ മതി. ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകും. അത് പറഞ്ഞു കേൾക്കാനുള്ളതല്ല, നേരിട്ട് കാണാനുള്ളതാ. ചെന്ന് നമ്മൾ തീരുമാനിച്ച നീതി നടപ്പാക്കിയിട്ട് വാ. അകത്തേറി ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ നിന്നോടുള്ള പറഞ്ഞ ഇറങ്ങി വരാൻ. എടാ നിന്നോട് പറഞ്ഞ ഇറങ്ങി വാടാ. ഇതിന് സമാധാനം ഉണ്ടാക്കാതെ ഇവിടുന്ന് ഞങ്ങളാരും പോവില്ല. നിന്നോടല്ലേ വരാൻ പറഞ്ഞ. നാണോണ്ടാടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. വാടാ. ഹലോ ഗോകുൽ സാറേ. അനൂപേ, ഞാൻ പറയുന്ന കാര്യം വളരെ ക്ഷമയോടെ കേൾക്കണം. എന്താ സാറേ? അത് സച്ചി വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ. ഇറങ്ങി വരാൻ. സച്ചിയോ?